ഹലോ മക്കളെ, ഇന്നലെ കൊണ്ട് നമ്മുടെ മോഡൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ മെയിൻ ഫേസിലേക്ക് കയറുവാണ്, ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇനി പഠിച്ചാൽ പറ്റുമോ, ഫിസിക്സ് ഒന്നും അറിയില്ല, ABC അറിയാത്ത അവസ്ഥയിലാണുള്ളത്, ഇനി പഠിച്ചാൽ തീരുമോ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരെ ബേർഡൻ ആവാത്ത രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കണം. പ്രത്യേകിച്ചും ബയോളജി എടുത്ത കുട്ടികൾക്ക് ഭയങ്കര ടാസ്ക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് കഴിഞ്ഞ ഉടനെ ഫിസിക്സ് കഴിഞ്ഞിട്ട് ഉടനെ ബയോളജി കഴിഞ്ഞ ഉടനെ കെമിസ്ട്രി, ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാംസ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് മിസ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു 75% കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ്. ഇനി ഇതും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയും പഠിക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ മിസ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസം, അതായത് ഇന്നിപ്പോൾ 22-ാം തീയതിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ കുറേ പേര് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവണം, കുറച്ച് പേര് പഠിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അത് അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അപകടമാണ്. ഇപ്പം നാളെ ഞായറാഴ്ചയാണ്. പൊതുവേ നമ്മളെ സംബന്ധിച്ച് ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്കൊരു പണിയെടുക്കാൻ പാടില്ലാത്തൊരു ദിവസമായിട്ട് നമ്മളങ്ങ് മുദ്ര കുത്തിയ ദിവസമാണല്ലേ സൺഡേ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ പൊതുവേ എല്ലാവരും പറയും നമ്മൾ ഒരുപാട് ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയും. അത് ശരി തന്നെയാണ് കേട്ടോ. ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ കുറേ ചെയ്ത് തീർക്കുക കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ കുറേ റീൽസൊക്കെ അങ്ങനെ കാണുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കാലെടുത്ത് വെക്കുന്നതേ ഒരു ഹാർഡായിട്ടുള്ളൊരു സംഭവത്തിലേക്കാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്കുള്ള ഒരു മോട്ടിവേഷൻ കുറയുന്നതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചത്, ആദ്യം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡീസിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരണമല്ലോ. അത് വരണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള 1-2 ചാപ്റ്റേഴ്സ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉള്ളതിൽ നിന്ന് ഇത്ര ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് നേരം അങ്ങോട്ട് വാചകം അടിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. അപ്പോൾ മിസ്സ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മുതലെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു രീതിയിലെ ബേർഡൻ ഇല്ലാവാത്ത രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാനാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക. ഇനി നമ്മൾക്ക് ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഒന്ന്, നാളെ നമുക്ക് പരീക്ഷയാണ്. നാളെ ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് പരീക്ഷയാണെന്ന് വിചാരിക്കുമോ, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെ കളിച്ച് നടന്നു, എന്തൊക്കെയോ അവസാന നിമിഷം അവിടെ നിന്ന് കുറേ വീഡിയോയും എന്തൊക്കെയോ നോട്ട്സും ഒക്കെ കണ്ടു പഠിച്ചു. തലേദിവസം രാത്രിയുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും പഠിച്ചിട്ടില്ല, നാളെ ബോർഡ് എക്സാം എഴുതാൻ പോവുകയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും? അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തലയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉഴപ്പാൻ തോന്നില്ല, നിങ്ങൾ വന്നിരുന്ന് പഠിക്കും. രണ്ടാമത്തെ കാര്യം, എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ച ചോദ്യങ്ങളാണല്ലോ ഇതിനകത്ത് കുറേ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണോ, അതോ അയ്യോ ഇതൊക്കെ എനിക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് പക്ഷെ ഞാനതൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് എത്ര സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എന്നുള്ള ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു നിമിഷത്തെ പറ്റിയിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നിങ്ങൾ തീരുമാനിക്കുക, പഠിക്കണോ അതോ ഉഴപ്പി നടക്കണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാവരും പഠിക്കാൻ റെഡിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. ഇനി ഇത്രയും കാര്യങ്ങൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്യും എന്നുള്ളത് മിസ്സിനറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ നാളെയാണ് തുടങ്ങുന്നത്. അപ്പം ഇതിനകത്ത് പിന്നെ ഞാൻ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയവും എത്ര സമയം പഠിക്കണം ഇതൊന്നും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഓരോ കുട്ടികളും ഓരോ രീതിയിൽ എഴുന്നേൽക്കുന്നവരാണ്. ചിലപ്പോൾ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നവരുണ്ടാവും. അപ്പോൾ പൊതുവേ പറയും അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ. ഞാനൊന്നും ആ കാറ്റഗറി അല്ലായിരുന്നു. എനിക്കൊക്കെ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കണമായിരുന്നു. ഞാനൊരു 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങി ഒരു 8-8:30 എണീറ്റിട്ട് പിന്നെ പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടോ. ഇപ്പോൾ ഒക്കെ മാറി. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് സമയം എഴുതിയിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ്, ഞാൻ എഴുതുന്നത് ഓരോ ദിവസം തീർക്കേണ്ട ചാപ്റ്റേഴ്സ്
ഇനി ഇതിനകത്ത് നമ്മൾ അഥവാ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള മക്കളാണെങ്കിൽ ഇംഗ്ലീഷിന് നിങ്ങൾ അതിനനുസരിച്ച് ഒരു ചെറിയ സമയം മാറ്റി വെക്കുക. അതുപോലെ തന്നെ ബയോളജി എടുത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ബയോളജി പഠിക്കേണ്ട കുറച്ച് സമയം നിങ്ങൾ നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് ബയോളജിയാണ് ടഫെങ്കിൽ ബയോളജി, കെമിസ്ട്രി ആണ് ടഫെങ്കിൽ കെമിസ്ട്രിയും കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുക. മിസ്സിന് കെമിസ്ട്രിയും ബയോളജിനെ പറ്റി വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് +1 +2 കെമിസ്ട്രീനെ പറ്റിയിട്ടൊന്നും വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൈ കടത്തുന്നില്ല. നമ്മുടെ ഫിസിക്സിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നാളെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യത്തെ ചുവടുവെപ്പ് അല്ലേ, ബേബി സ്റ്റെപ്സ് എന്ന് പറയും. നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് നമ്മൾ ഒത്തിരി നമുക്ക് അറിയുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1. അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഗോസസ് തിയറവും ആപ്ലിക്കേഷൻസും ടോർക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ ആക്സിയൽ ലൈന്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പരീക്ഷ എഴുതിയതുകൊണ്ട് ഞാൻ ആദ്യം ആ ചാപ്റ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു. എത്രയാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് നോക്കിക്കേ. ഞാൻ വെയിറ്റേജ് ആണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. 9 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അപ്പോൾ ഈസി ആണെന്ന് വിചാരിച്ചാലും അതിനകത്ത് 9 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് ആറ്റംസും ന്യൂക്ലിയാണ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഈ ആറ്റംസിൻ്റെ ഒരു 1 ഷോർട്ട് വീഡിയോ മിസ്സിൻ്റെ ചാനലിലുണ്ട്. അത് കണ്ടാൽ മാത്രം മതി നിങ്ങൾ ആറ്റംസ് പഠിച്ചു കഴിഞ്ഞിരിക്കും. അത് എത്ര മാർക്കിൻ്റെയാണ്? 3 മാർക്ക്. അതിനകത്ത് റേഡിയസിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്, ബോർ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് ഇപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചത്. എന്താണ്? നമ്മുടെ ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഡിറൈവ് ചെയ്യാനൊക്കെ ചോദിച്ചില്ലേ, ആ സംഭവം. ഇനി ന്യൂക്ലിയാണ് നമ്മുടെ ചാനൽ ചെയ്യാത്തത്. ന്യൂക്ലിയയുടെ ഇതുപോലെ തന്നെ 1 ഷോർട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ മിസ് അപ്ലോഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതാണ് 3 മാർക്കിൻ്റെ അതും. ഈ 3 ചാപ്റ്റേഴ്സ് നാളെ പഠിച്ച് തീർത്തിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ തീർത്തിരിക്കുക. ഇതിനിടയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ തീർത്തിരിക്കുക. ഓക്കെ, ഇമ്പ്രൂവ്മെൻ്റിൻ്റെ കാര്യമൊക്കെ മിസ് പിന്നെ പറഞ്ഞു തരും കേട്ടോ. ഫെബ്രുവരി 24-ാം തീയതി, അപ്പോൾ നമ്മൾ നാളെ അങ്ങ് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറി. 24-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മൂവിങ് ചാർജസ് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പഠിച്ചോളൂ. ആ സമയത്ത് നമ്മൾ ഏറ്റവും പവർ പാക്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കാനായിട്ട് അല്ലേ. നമുക്കൊരു പവർ ടൈം ഉണ്ട്. ആ പവർ ടൈമിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കേണ്ടത്. നമ്മൾ വീക്കായിട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹിൻറ്റുകൾ എഴുതി വെക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതി വെക്കാനുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം മൂവിങ് ചാർജസ് പഠിക്കുക. മൂവിങ് ചാർജസിന് എത്രയാണ് വെയിറ്റേജ് എന്ന് നോക്കിക്കേ. 8 മാർക്കാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ നമുക്കറിയാം. സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ, ആംബിയർ സർക്യൂട്ടൽ തിയറം, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, പിന്നെന്താ വരുന്നത് നമ്മുടെ ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ആംബിയർ സർക്യൂട്ടൽ തിയറം ഒക്കെ വരുന്നത് അല്ലേ. രണ്ടാമത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്ത് വരുന്നതാണ് പാരാ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചതും. ഇതിൻ്റെ വെയിറ്റേജ് എത്രയാണെന്ന് നോക്കൂ. 5 മാർക്കിൻ്റെ വെയിറ്റേജാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ. അടുത്തത് റേ ഓപ്റ്റിക്സ്. 25-ാം തീയതി ആയപ്പോഴേക്കും നമ്മൾ പിന്നെ ഒന്നും കൂടെ അങ്ങോട്ട് എനർജി ആയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കൊണ്ട് 5 ചാപ്റ്റേഴ്സാണ് തീർത്തിരിക്കുന്നത്. 14 പാഠത്തിൽ 5 ചാപ്റ്റേഴ്സ് തീർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് 9 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. ഉണ്ടോ? എണ്ണം കുറയുന്നതുണ്ടോ? ഓക്കെ, അപ്പം ഇതെന്താ കളർ മാറ്റിയെന്താണെന്നറിയോ? ആദ്യം നമ്മൾ ലൈറ്റായിട്ട് തുടങ്ങി, അടുത്ത ഓറഞ്ചിലേക്ക് കയറി. 25-ാം തീയതി റേ ഓപ്റ്റിക്സ്. നമ്മളിങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മേലേക്ക് പോവുകയാണേ. അപ്പോൾ റേ ഓപ്റ്റിക്സിൽ 10 മാർക്കിൻ്റെ വെയിറ്റേജാണ് മക്കളെ. റേ ഓപ്റ്റിക്സ് പഠിക്കാതെ ഇരിക്കുകയേ ചെയ്യരുത്. റേ ഓപ്റ്റിക്സിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. റേ ഓപ്റ്റിക്സിൻ്റെ 3 വീഡിയോ ആയിട്ടാണ് മിസ്സിൻ്റെ ചാനൽ ചെയ്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് +2ൻ്റെ എല്ലാ ടോപ്പിക്സും ന്യൂക്ലിയർ ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, 10 മാർക്കിൻ്റെ വെയിറ്റേജാണ്. അത് എന്തായാലും അത് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൻ ചാപ്റ്ററിനെയാണ് തരുന്നത്. ഡ്യുവൽ നേച്ചർ പെട്ടെന്ന് പഠിക്കാൻ തീർക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഡ്യുവൽ നേച്ചറിൻ്റെയും വീഡിയോ 1 ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് 3 മാർക്സാണ് അതിൻ്റെ വെയിറ്റേജ്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും മിസ് ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം ഇത്ര മാത്രം പഠിച്ചാൽ മതിയോ? അല്ലട്ടോ. ഞാൻ ബയോളജി മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പാർട്ടാക്കി ഇങ്ങനെ വെക്കുവാണ്. ഇമ്പ്രൂവ്മെൻറ്റും പഠിക്കാനുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 26-ാം തീയതി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 പഠിക്കുന്നു. അതിനൊപ്പം തന്നെ വേവ് ഓപ്റ്റിക്സ്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇത് ചാപ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വലിയ ബേർഡൻ ഇല്ലാണ്ട് നമ്മളിങ്ങനെ പോവുക. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ഫിസിക്സിൻ്റെ പോർഷൻസ് കവർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 പഠിക്കുക, വേവ് ഓപ്റ്റിക്സ് പഠിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2-ൽ എത്ര മാർക്കിൻ്റെ വെയിറ്റേജാണ്? 8 മാർക്കിൻ്റെ വെയിറ്റേജാണ്. നമ്മൾ വിചാരിക്കുക ഈ സിമ്പിൾ ചാപ്റ്റർ അല്ലേന്ന്. പക്ഷേ കപ്പാസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചാപ്റ്ററാണ്. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അലോങ് ദ ഡൈപോള്, പിന്നെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് പ്രോബ്ലംസ് ചോദിക്കുക. ഇപ്പോൾ ചോദിച്ചാൽ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും കോൺസെപ്റ്റ് അറിയാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 8 മാർക്സാണ്.
വേവ് ഓപ്റ്റിക്സിൻ്റെത് 5 മാർക്കാണ്. വേവ് ഓപ്റ്റിക്സിൽ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ബോർഡിനൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിൽ ചോദിച്ചു, അതുകൊണ്ട് ഇതിൽ ചോദിക്കില്ല, അത് എളുപ്പമായതുകൊണ്ട് ഇത് ടഫാകും, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ നമുക്ക് വെറുതെ നമ്മൾ തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവേ +2കാർക്ക് ബോർഡ് കുറച്ചൊരു ലൈറ്റ് ആയിരിക്കും കമ്പയർ ടു +1 എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഈ വർഷത്തെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അടുത്തത് ഫെബ്രുവരി 27 നമ്മുടെ പഠിക്കേണ്ട ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് റെഡ് കളറിലേക്ക് ആക്കിയത്. എന്താണ് പഠിക്കേണ്ടത്? ഫെബ്രുവരി 27 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എളുപ്പമുള്ള ചാപ്റ്ററാണ് അല്ലേ. അതിനകത്തെല്ലാം തിയറിയേ ഉള്ളൂ. വളരെ കുറച്ച് ഡെറിവേഷനേ വരുന്നുള്ളൂ. മെയിനായിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയാക്സിൽ സോളിനോയിഡ്സ്, അതാണ് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ബാക്കിയൊക്കെ തിയറിയാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എ സി നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സി അതിനകത്ത് ഏതെങ്കിലും ഒരു സർക്യൂട്ട്, LCRO, R സർക്യൂട്ടോ C സർക്യൂട്ടോ L സർക്യൂട്ടോ ഒക്കെ ചോദിക്കാം. ഇമ്പിഡൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, റെസൊണൻറ്റ് ഫ്രീക്വൻസി ചോദിക്കാം. ഇതൊക്കെയാണ് എ സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ട്രാൻസ്ഫോമർ. അപ്പം ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നതിനോടൊപ്പം അതിനകത്ത് ചോദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ എ സി 7 മാർക്കിന് പഠിച്ചു. അടുത്തത് EM വേവ്സ്, ഒരു കുട്ടി ചാപ്റ്ററാണ് അല്ലേ. അതിനകത്ത് EMI EM വേവ്സും പെട്ടെന്ന് തീർക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എ സിക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെയുള്ള ആൾക്കാരെ ഞാൻ ചെറുതാക്കിയത്. അപ്പം EM വേവ്സ് 3 മാർക്കാണെങ്കിലും നിങ്ങൾ ആലോചിച്ചോളൂ, അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കണം. പിന്നെ അതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ചോദിക്കാറുണ്ട്, അതും ഇപ്പോൾ ചോദിച്ചിരുന്നു. ഇതൊക്കെയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര ചാപ്റ്റർ തീർത്തു? 14 ചാപ്റ്ററിൽ 12 തീർത്തു. ഇനി ആകെ 2 ബാക്കിയുള്ളൂ. ഇലക്ട്രിസിറ്റി നമുക്കറിയാം സിമ്പിൾ ചാപ്റ്ററാണ്. അതിനകത്ത് കിർച്ചോഫ്സ് ലോസ് എന്തായാലും ചോദിക്കും. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഇപ്പോൾ ചോദിച്ചു. പിന്നെന്താണുള്ളത് അതിനകത്ത്? സ്റ്റാർട്ടിങ്ങിൽ ഓംസ് ലോ, റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇലക്ട്രിസിറ്റിയിൽ ചോദിക്കുന്നത്. എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും. 6 മാർക്ക് വെയിറ്റേജ് ആണെങ്കിലും ചാപ്റ്റർ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇനി ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. സെമി കണ്ടക്ടേഴ്സ് ഇതുപോലെ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്, 1 ഷോട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് 14 അല്ല കേട്ടോ, 4 മാർക്കാണ്. ഇത് 14ാമത്തെ ചാപ്റ്ററിൽ എഴുതിയതാണ്. 4 മാർക്കാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ വെയിറ്റേജ്. അപ്പോൾ നോക്കൂ, 28 ആയപ്പോഴേക്കും തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് ഓടിച്ച് അതിൻ്റെ കൂടെ നോക്കി പോകുന്നതും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തൽക്കാലം അപ്പം സമയമില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിൻ്റെ തീർച്ചയായിട്ടും നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, മിസ്സ് പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ 28 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഫിസിക്സിനെ പറ്റി ഓർക്കുന്ന ടെൻഷൻ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവൂല. മിസ്സ് ഉറപ്പ് പറയുകയാണ്. ഓക്കെ, പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഭയങ്കര ഒരു പണിയാണ് കിട്ടിയതല്ലേ, ഈ +1 ഇമ്പ്രൂവ്മെൻറ്റിനും ഇതിൻ്റെ കൂടെ വന്നത്. അപ്പോൾ ബയോളജിയിലെ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കുറച്ചൊരു സമയമുണ്ട് പഠിക്കാൻ. പക്ഷേ കമ്പ്യൂട്ടർ സയൻസുകാർക്കാണ് അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് ഇന്ന ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ +2 ഇടയിൽ കൂടെ +1 കൂടെ കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ വെക്കാത്തത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, നിങ്ങൾ ബോർഡ് എക്സാം തുടങ്ങുന്നതിന് മുൻപ്, നിങ്ങൾക്ക് 3-ാം തീയതിയാണല്ലോ പരീക്ഷ തുടങ്ങുന്നത്, അതിന് മുൻപേ ആയിട്ട് പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ മാത്രം ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് മോഷനും പ്ലെയിനും ഗ്രാവിറ്റേഷനും ഫ്ലൂയിഡ്സും, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള +1 ചാപ്റ്റേഴ്സ് ഇവർ 3 ഈ 3 ചാപ്റ്റേഴ്സ്. പക്ഷേ അതിനകത്ത് ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ പോട്ടെ, സെക്കൻഡറി ആയിട്ട് വെക്കുകയാണ്. ഈ 3 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ ബോർഡ് എക്സാമിന് മുന്നേ ആയിട്ട് ഒന്ന് പഠിച്ചു തീർത്ത് വെച്ചാൽ നല്ലത്. ഒന്ന് ഓടിച്ചെങ്കിലും പഠിച്ചു തീർത്താൽ വെച്ചാൽ നല്ലത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഫെബ്രുവരി 28 വരെയുള്ള ഡേ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് 1ഉം 2ഉം ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് ആ ദിവസവും ഫിസിക്സിലേക്ക് ഇതിനകത്ത് എന്തെങ്കിലും പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പരീക്ഷ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 3-ാം തീയതി വൈകുന്നേരം, 4-ാം തീയതി, 5-ാം തീയതി ഉച്ച വരെയുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ സമയത്തെ ടൈം ടേബിൾ നിങ്ങൾ 3-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ സ്റ്റഡി പ്ലാൻ മിസ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി നമുക്കതവിടെ കാണാം. ഓക്കെ, ഇനി നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി 2020 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡലും സെയും ബോർഡും ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മിസ്സ് കൊടുത്തേക്കാം.
രണ്ടാമത് നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിനകത്തുണ്ട്. ന്യൂക്ലിയ ഒഴികെ ന്യൂക്ലിയ മിസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, കുറേ പേര് ചോദിച്ചു, പുതിയ കോവിഡിന് ശേഷമുള്ള പാറ്റേൺ അല്ല ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവുക, കുറച്ചും കൂടെ ടഫാക്കും. അപ്പം മിസ് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാവോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാവോ, മുന്നേ ഉള്ളത്, അതായത് 2020 മുന്നേ ഉള്ളത് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കന്ന് മോഡൽ എക്സാമിന് എനിക്ക് 2019 മോഡൽ മാത്രമേ ഇടാൻ സമയം കിട്ടിയുള്ളൂ. പക്ഷേ 2017, 18, 19 ബാക്കിയുള്ള എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് മിസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ 2017, 18, 19, 20, 21, 22, 23, 24 8 വർഷത്തെ ചോദ്യം നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. അപ്പം അതിന് ബാക്കി ഈ 20 മുതലുള്ള നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിന് മുന്നേ ഉള്ള 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിരിക്കും. മോഡലും സെയും ബോർഡും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഫിസിക്സ് എന്ത് പേടിക്കാനാണ് നിങ്ങൾ? ഓക്കെ, ഒന്നും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ മിസ് പറയുന്നത് പോലെ നോട്ട്സ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നോട്ട്സ് വേണം. ഈ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ടോപ്പിക് നോട്ട്സ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അത് ഫുൾ ടോപ്പിക് നോട്ട്സ് ആണ്, പക്ഷേ നിങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ചോദിക്കുക. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് അതിൽ കൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇനി മടിയുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ നാളെ തുടങ്ങുകയാണേ. ഇനി ഒരു മാറ്റം ഇല്ല. അപ്പം സെറ്റ്.